നാളെ ഭർത്താവ് ബിസിനസ് ടൂറിന് പോകുന്നുണ്ട്. ഫ്രീ ആണെങ്കിൽ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് പോരെ. ഒരാഴ്ച അയാൾ എന്തായാലും നാട്ടിലുണ്ടാവില്ല. നമുക്ക് അടിച്ചു പൊളിക്കാം. ആരതി തൻ്റെ കാമുകന് ഓഫീസിലിരിക്കുമ്പോഴാണ് ആ മെസ്സേജ് അയച്ചത്. അവളുടെ മെസ്സേജ് അയച്ചപ്പോൾ തന്നെ സീൻ ചെയ്യുകയും ചെയ്തു. ഞാൻ എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി. 2 മാസമായി നിന്നെ ഞാനൊന്ന് നേരെ ചുവേ കണ്ടിട്ട്. നിന്റെ ആ കിഴങ്ങൻ ഭർത്താവ് ഏതു നേരവും വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ എങ്ങനെ വരാനാ? ഇത്രയും ദിവസം പിടിച്ചു നിൽക്കാൻ പെട്ട പാട് എനിക്കറിയാം. നാളെ എപ്പോഴാ അയാൾ പോകുന്നത്? ജിതിൻ അവൾക്ക് മറുപടി അയച്ചു. നാളെ വൈകുന്നേരം പോകുമെന്നാണ് കേട്ടത്. രാത്രി 9 മണിക്കാണ് അരുണിൻ്റെ ഫ്ലൈറ്റ്. 5 മണിയാകുമ്പോൾ തന്നെ അവൻ ഇറങ്ങുമെന്നാണ് കേട്ടത്. ആരതി മറ്റൊരു മെസ്സേജ് അയച്ചു. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷ് ആയ ശേഷം രാത്രി ഒരു 10 മണിയാകുമ്പോൾ അങ്ങോട്ടേക്ക് വരാം. ഇതിൻ്റെ മറുപടി കണ്ടതും ആരതി ഊറിച്ചിരിച്ചു. നാളത്തെ രാത്രി അവൻ്റെ കൂടെ അടിച്ചു പൊളിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. കുറേ ദിവസമായി അവനെ ഒന്ന് അടുത്ത് കിട്ടിയിട്ട്. IT പ്രൊഫഷണലായ ആരതിയും ബിസിനസ്മാനായ അരുണും വിവാഹിതരായിട്ട് 3 വർഷം കഴിഞ്ഞു. ആരതിക്ക് അവനെ വിവാഹം കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൾ അവന് മുന്നിൽ തല കുനിച്ചു കൊടുക്കേണ്ടി വന്നു. അവൾക്ക് തൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന ജിതനുമായിട്ട് കുറേ വർഷത്തെ അടുപ്പമുണ്ട്. അവനെ മറന്ന് മറ്റൊരു വിവാഹം ചെയ്യാൻ ആരതിക്ക് മനസ്സേ വന്നിരുന്നില്ല. അവൾ വീട്ടുകാരോട് കുറേ ഫൈറ്റ് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അച്ഛൻ തീരെ സമ്മതിച്ചില്ല. അതിന് കാരണം ജിതിൻ ക്രിസ്ത്യാനി എന്നതായിരുന്നു. ആത്മഹത്യാ ഭീഷണി നടത്തിയിട്ട് പോലും വില പോയില്ല. അവസാന ശ്രമം എന്ന നിലയിൽ അരുണിനോട് പോയി കാര്യം പറഞ്ഞു നോക്കി. കല്യാണത്തിന് മുൻപ് ഇത്തരം റിലേഷൻഷിപ്പൊക്കെ എല്ലാവർക്കും സാധാരണമാണെന്ന് പറഞ്ഞ് അയാൾ ചിരിച്ചു തള്ളി. അങ്ങനെ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ആരതിയുടെ കല്യാണം അരുണുമായി നടന്നു. കല്യാണം കഴിഞ്ഞ സമയത്ത് ആരതിക്കും ജിതിനും ജോലിയില്ലായിരുന്നു. അവർ പഠിച്ചിറങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഉറപ്പായും ഒളിച്ചോടി പോകുമായിരുന്നു. മകളുടെ റിലേഷൻ മനസ്സിലാക്കിയ ആരതിയുടെ അച്ഛൻ അവൾ അവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയാലോ എന്ന് പേടിച്ചിട്ടാണ് കോഴ്സ് കഴിഞ്ഞ പാടെ ഒരു ജോലിയാകുന്നതിന് മുൻപ് തന്നെ പിടിച്ചു കെട്ടിച്ച് കളഞ്ഞത്. തൻ്റെ മകൾ ഒരു അന്യമതക്കാരനോടൊപ്പം ജീവിക്കുന്നത് അയാൾക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ലായിരുന്നു. ആരതിയേക്കാൾ 10 വയസ്സിന് മൂത്തതാണ് അരുൺ. ആദ്യ കാഴ്ചയിൽ തന്നെ അരുണിന് ആരതിയെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് വേറെ റിലേഷൻ ഉണ്ടെന്നൊന്നും അയാളെ വലുതായി ബാധിച്ചില്ല. ആ സമയത്ത് ഒരു റിലേഷൻ ഇല്ലാത്ത ആൾക്കാർ ആരുമില്ലല്ലോ എന്ന ധാരണയായിരുന്നു അയാൾക്ക്. കല്യാണം കഴിഞ്ഞാൽ അവൾ പിന്നെ പഴയ കാമുകനെയും ഓർത്തുകൊണ്ടിരിക്കില്ലല്ലോ. ഭർത്താവിനെ മാത്രം സ്നേഹിച്ച് തൻ്റെ കൂടെ ജീവിക്കൂ എന്ന ചിന്തയായിരുന്നു അരുണിന്. പക്ഷേ ആരതി ജിതിനുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. തൻ്റെ ഇഷ്ടമല്ലാത്ത ഈ വിവാഹം നടത്തിയതിന് അവൾക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരതി രഹസ്യമായി ഫോണിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നു. ആരതിക്കൊരു ജോലി കൂടിയായപ്പോൾ ഒരു ധൈര്യമൊക്കെ വന്നു. ജിതിനു അപ്പോഴേക്കും ഇൻഫോ പാർക്കിൽ ജോലിക്ക് കയറിയിരുന്നു. അതിനുശേഷം ഇരുവരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. അത് പതിവായി. ഭർത്താവ് അറിയാതെ അവൾ അവനുമായി ബന്ധം പുലർത്തിപ്പോന്നു. പിന്നീടത് ശാരീരിക ബന്ധം വരെ എത്തിച്ചേർന്നു. അരുൺ ബിസിനസ് ടൂറും മറ്റുമായി ഔട്ട് ഓഫ് സ്റ്റേഷൻ ആകുന്ന സമയത്ത് ആരതി ജിതിനെ തൻ്റെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തും. ബിസിനസ് ടൂറിന് പോയാൽ അരുൺ പിന്നെ മടങ്ങി വരാൻ 1 ആഴ്ച 2 ആഴ്ച വരെ എടുക്കാറുണ്ട്. ഇത്രയും ദിവസങ്ങൾ ആരതി ജിതിനുമായി ഫ്ലാറ്റിൽ അടിച്ചു പൊളിക്കും. ചില ദിവസങ്ങളിൽ ഓഫീസിൽ നിന്ന് ലീവ് ആക്കിയിട്ടായിരിക്കും അവൻ്റെ കൂടെ അവൾ ആഘോഷിക്കുന്നത്. ഇത്തവണയും അവൾ അരുൺ പോകുകയാണെന്ന് കേട്ടതും പ്ലാനിങ്സ് തുടങ്ങി. പിറ്റേ ദിവസം വൈകുന്നേരം 5 മണിയോടെ അരുൺ ഒരു ടാക്സി കാർ വിളിച്ചു വരുത്തി എയർപോർട്ടിലേക്ക് പോയി. ആരതി തന്നെയാണ് മുൻകൈയെടുത്ത് അവന് ബാഗ് പാക്ക് ചെയ്തു കൊടുത്തത്. ഇത്തവണ സിംഗപ്പൂർ വെച്ചാണ് അവൻ്റെ മീറ്റിംഗ്. ആരതി അന്ന് അരുൺ പോകുന്നത് കൊണ്ട് ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിരുന്നു. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും അവൾ ഉടനെ ജിതിനെ ഫോണിൽ വിളിച്ചു. ഡാ, അങ്ങേര് പോയി. നീ എപ്പോഴാ വരുന്നേ? വേഗം വരാൻ നോക്ക്. ആടി, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വരാം. ഇനി വീട്ടിലോട്ട് പോയി സമയം കളയണ്ട, നേരെ ഇങ്ങ് വാ. അത്രയും നേരം ക്ഷമിച്ചിരിക്കാൻ എനിക്ക് വയ്യ. ദേഹത്തപ്പടി വിയർപ്പാണ് പെണ്ണെ, നിനക്ക് നാറും. നിന്റെ നാറ്റമൊക്കെ ഞാൻ സഹിച്ചോളാം. നിനക്കിവിടെ നിന്ന് കുളിക്കാം. സമയം കളയാതെ വേഗം ഇങ്ങോട്ട് പോര്. ആരതിയുടെ ആവേശം അവനിലും പകർന്നു. ജിതൻ നേരെ ബൈക്ക് തിരിച്ച് ആരതിയുടെ ഫ്ലാറ്റ് ലക്ഷ്യമാക്കി കുതിച്ചു. 5:30 മണിയോടെ ജിതിൻ ആരതിയുടെ ഫ്ലാറ്റിൽ എത്തിച്ചേർന്നു. അവനെയും കാത്തിരുന്ന ആരതിയെ കണ്ടതും ഓടിച്ചെന്ന് ഇറുക്കി കെട്ടിപ്പിടിച്ചു. എത്ര നാളായി നിന്നെ ഇങ്ങനെ അടുത്തൊന്ന് കണ്ടിട്ട്, ആരതി കൊഞ്ചലോടെ പറഞ്ഞു. നിന്റെ ഭർത്താവിന് വല്ല ടൂറും വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല ആരതി. അത്രയ്ക്ക് നിന്നിൽ ഞാൻ അഡിക്റ്റായിപ്പോയി പെണ്ണേ. ജിതൻ അവളെ എടുത്തുയർത്തി വട്ടം കറക്കി. ആരതി ഫ്ലാറ്റ് അകത്തു നിന്നും പൂട്ടി. ലൈറ്റുകൾ ഓഫ് ചെയ്ത് അകത്താരുമില്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിച്ചു. ജിതിൻ, നീ ഇങ്ങോട്ട് വരുന്നത് ആരും കണ്ടില്ലല്ലോ? ഇല്ലടി, ആരും കണ്ടില്ല, ജിതിൻ അവളോട് പറഞ്ഞു.
ഇനി കുറച്ച് ദിവസം നമുക്ക് അടിച്ച് പൊളിക്കാം. അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ചു. എടി, എനിക്കൊന്ന് കുളിക്കണം. ഞാനും കുളിച്ചില്ല. നമുക്ക് ഇന്ന് ഒരുമിച്ച് കുളിക്കാം. ആരതി കള്ളച്ചിരിയോടെ പറഞ്ഞപ്പോൾ അവൻ ഉത്സാഹത്തോടെ തലയാട്ടി. ഇരുവരും ബാത്റൂമിലേക്ക് നടന്നു. പൂർണ്ണ നഗ്നരായി ഷവറിന് ചുവട്ടിൽ നിൽക്കുമ്പോൾ ജിതിൻ അവളുടെ നനഞ്ഞ ശരീരത്തിൽ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അവളുടെ നഗ്നമായ ശരീരം കാണാതെ അവൻ്റെ ആവേശം വർദ്ധിച്ചു. ഇരുവരുടെയും അധരങ്ങൾ തമ്മിൽ കെട്ടുപിണഞ്ഞു. പിന്നെ അവർ ഒന്നായി തീരുകയായിരുന്നു. ഇരുവരും തളർന്ന് കിതച്ച് പരസ്പരം നോക്കി. ഇതിൻ്റെ ബാക്കി ഇനി നമുക്ക് ബെഡ്റൂമിൽ പോയിട്ടാവാം. വേഗം കുളിച്ച്, ഇല്ലെങ്കിലേ പനി പിടിക്കും. ആരതി പറഞ്ഞതും ജിതിൻ അനുസരണയോടെ തലയാട്ടി. ഇരുവരും കുളിച്ച് ഈറനോടെ ബാത്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ കാണുന്നത് ബെഡ്റൂമിലിരിക്കുന്ന അരുണിനെയാണ്. ടൂറിന് പോയ ഭർത്താവിനെ അപ്രതീക്ഷിതമായി തങ്ങളുടെ ബെഡ്റൂമിൽ കണ്ട് ആരതി ഞെട്ടിപ്പോയി. കയ്യിലിരുന്ന ടവൽ കൊണ്ട് അവൾ തൻ്റെ നഗ്നത മറച്ചു പിടിച്ചു. ജിതിൻ നാണക്കേടോടെ തൻ്റെ ശരീരം ബാത്റൂമിനുള്ളിൽ ഒളിപ്പിച്ചു. ട്രിപ്പ് ക്യാൻസലായി. ഞാൻ മടങ്ങി വന്നപ്പോൾ വാതിൽ പൂട്ടിയിരിക്കുന്നത് കണ്ടു. നീ ഇവിടെ ഇല്ലെന്ന് കരുതി ഞാൻ നിൻ്റെ ഫോണിൽ കുറേ വിളിച്ചു നോക്കി. പക്ഷെ നീ എടുത്തില്ല. കയ്യിലുള്ള സ്പെയർ കീ കൊണ്ട് വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ ഞാൻ കേൾക്കുന്നത് ബാത്റൂമിൽ നിന്നുള്ള നിങ്ങളുടെ സീൽക്കാരവും ബഹളവുമായിരുന്നു. അതോടെ എനിക്കൊരു കാര്യം ഉറപ്പായി. നിനക്ക് ഞാൻ അറിയാത്ത ഏതോ ഒരുത്തനുമായി ബന്ധമുണ്ടെന്ന്. കയ്യോടെ കാണാമെന്ന് കരുതി കാത്തു നിന്നതായിരുന്നു. ഇങ്ങനെ ഒരു ചതി ഞാൻ നിന്റെ ഭാഗത്ത് നിന്ന് തീരെ പ്രതീക്ഷിച്ചില്ല ആരതി. ഇപ്പോൾ വന്നതുകൊണ്ട് എനിക്കെല്ലാം നേരിട്ട് കാണാൻ പറ്റി. ഇതെൻ്റെ ഫ്ലാറ്റാണ്. മര്യാദയ്ക്ക് രണ്ടുപേരും ഇപ്പോൾ തന്നെ ഇവിടെ നിന്നിറങ്ങിക്കൂ. ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ച അരുൺ പറഞ്ഞു. ഇരുവരെയും അവജ്ഞയോടെ ഒന്ന് നോക്കിയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ചതിക്കപ്പെട്ടതിൻ്റെ ദേഷ്യവും അമർഷവും അവനിൽ അത്രത്തോളം ഉണ്ടായിരുന്നു. ആരതിക്കും ജിതിനും അതുവരെ ഉണ്ടായിരുന്ന ആവേശമെല്ലാം ചോർന്നുപോയി. അധികം വൈകാതെ തന്നെ അവൻ്റെ ഫ്ലാറ്റിൽ നിന്ന് അവർ ഇറങ്ങിക്കൊടുത്തു. പിന്നീട് അരുൺ തന്നെ മുൻകൈയെടുത്ത് ആരതിയെ ഡിവോഴ്സ് ചെയ്തു. വീട്ടുകാർ കൂടി അവളെ കൈയൊഴിഞ്ഞതോടെ അവൾ പിന്നെ ജിതിൻ്റെ കൂടെ താമസം തുടങ്ങി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.